നേപ്പാളിൽ ഇപ്പോൾ സംഘർഷം പുകയുകയാണ്. യഥാർത്ഥത്തിൽ നേപ്പാളിൽ എന്താണ് സംഭവിക്കുന്നത്? സെപ്റ്റംബർ 6 രാവിലെ 7:15 നേപ്പാളിലെ കോശി പ്രവിശ്യ മന്ത്രി റാം ബഹാദൂർ മഗർ സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക ജീപ്പ് 11 വയസ്സുകാരിയെ ഇടിച്ചു വീഴ്ത്തി. നേപ്പാളത്തെ ആൾക്കാർ എന്തിനാ ഈ പാർലമെന്റ് സുപ്രീം കോടതിയൊക്കെ തീയിട്ടു പറയുന്നത്? അതെ, വെറും ആൾക്കാരല്ല, ജെൻ സി ആണ്. ജനറേഷൻ സി പറഞ്ഞാൽ എന്താ അറിയാം? 1997 മുതൽക്ക് 2012 വരെ ജനിച്ച ആൾക്കാരാണ് ജെൻ സി. മിത്രക്കുട്ടി എപ്പോഴാണ് ജനിച്ചത്? 2015. ഇപ്പോൾ മിത്രക്കുട്ടി ജെൻ സി അല്ല, മിത്രക്കുട്ടി ജെൻ ആൽഫയാണ്. ജെൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പോണ കുട്ടികൾ, ഇപ്പോൾ കോളേജിൽ പോണ കുട്ടികളാണ് ഇവർ ജെൻ സി. ഇപ്പോൾ കോളേജിൽ പോണ ഈ പിള്ളേരെല്ലാവരും കൂടി ചേർന്നിട്ട് റോഡിലിറങ്ങി പോലീസിനെയൊക്കെ അടിച്ച് പൊളിച്ച് അവരെ പോലീസിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടിരിക്കുന്നില്ലേ, പാർലമെൻറ്റ് തല്ലിപ്പൊളിച്ച് സുപ്രീം കോടതിയും തല്ലിപ്പൊളിച്ചു. എന്തിനാ ചെയ്തറിയാം? ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഇവർ ബാൻ ചെയ്തു. നേപ്പാളിൻ്റെ പ്രൈം മിനിസ്റ്റർ ഇവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ, ഈ നേപ്പാളിൻ്റെ പ്രൈം മിനിസ്റ്ററും അയാളുടെ മക്കളും ഒക്കെ, അയാളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര പൈസയും ചിലവാക്കി ജോളി അടിച്ച് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിച്ചു. ഈ പിള്ളേർ അവർ ശരിക്കും ചെയ്യുണ്ടാവും അഴിമതിയും തട്ടിപ്പൊക്കെ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതൊക്കെ ഇങ്ങനെ പരക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് നാണക്കേടായില്ലേ, അപ്പോൾ അവർ ഇതൊക്കെ ബാൻ ചെയ്തു. മനസ്സിലായി? അതാണ് കാരണം എന്നാണ് പറയണത്. അത് കാരണം ആദ്യം ഇവർ ഇത് ബാൻ ചെയ്തപ്പോഴാണ് ഇറങ്ങിയത്. പിന്നെ ഇതൊക്കെ തിരിച്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു അവർ അന്ന് വൈകുന്നേരം തന്നെ. പക്ഷേ അപ്പോഴത്തേക്കും അവർ ഗവൺമെൻറ് മൊത്തം പൊട്ടയാണ്, ഗവൺമെൻറ്റിനെ മുഴുവൻ മാറ്റണം പറഞ്ഞിട്ട് ഫുള്ള് കത്തിച്ചു. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അത്. ഇന്ത്യയിൽ ഇതുവരെ നടക്കാൻ സാധ്യതയില്ല. എന്താ മിത്രകൂട്ടർ അഭിപ്രായം? ഇന്ത്യയിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ജെൻസി ഉണ്ട്. എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയ ഇവിടെയുണ്ട്, ഇവിടെയും കുറേ കറപ്ഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ജോലിയില്ലായ്മ, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ. ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെറുപ്പക്കാരുടെ അഭിപ്രായം കേൾക്കണം, ചെറുപ്പക്കാരോട് ചോദിക്കണം അവർക്ക് എന്താ വേണ്ടത്, അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. അവർ പറയുന്നത് കേൾക്കാൻ ആളില്ലാന്ന് തോന്നുമ്പോഴാണ് അവർ കൂടി റോഡിലിറങ്ങണേ. മനസ്സിലായോ? അപ്പോൾ ഇപ്പോഴത്തെ ജെൻസി ചിലപ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ല. ജൻ ആൽഫയെങ്കിലും ശരി. രാജ്യത്തെ 26 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ വെറും മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് ലളിത്പൂരിലെ ഹരിസിദ്ധി സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ ഉഷ മഗർ സുനുവാറിനെ മന്ത്രിയുടെ വാഹനം ഇടിക്കുന്നത്. കുട്ടി റോഡരികിലേക്ക് തെറിച്ചു വീഴുന്നതിന്റെയും സർക്കാർ വാഹനം നിർത്താതെ പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു. ഇന്നലെ രാജിവെച്ച നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ഈ അപകടത്തെ ഒരു സാധാരണ അപകടമെന്ന് വിശേഷിപ്പിച്ചത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. കുട്ടിയുടെ ചികിത്സാ ചെലവ് മാത്രം സർക്കാർ നോക്കാമെന്നാണ് ഇയാൾ പറഞ്ഞത്. ഇതോടെ കാഠ്മണ്ഡുവിലെ കോളേജുകളിലും ചായക്കടകളിലും സ്കൂളുകളിലും എല്ലാം പ്രതിഷേധം ഉയർന്നു. അഴിമതി, സ്വജനപക്ഷപാതം, തൊഴിലില്ലായ്മ എന്നീ പ്രശ്നങ്ങളാൽ ദുരിതത്തിലായിരുന്ന ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രതിഷേധത്തിനിറങ്ങി. ജീവിക്കാനാകാതെ യുവാക്കൾ. ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് അനുഭവപ്പെടുന്ന രാജ്യമായി നേപ്പാൾ മാറിയിരുന്നു. 2024 കണക്കനുസരിച്ച് 15 മുതൽ 24 വരെ പ്രായമുള്ളവർക്ക് ഇടയിൽ തൊഴിലില്ലായ്മ നിരക്ക് 20.8%. സ്വന്തം രാജ്യത്ത് തൊഴിൽ ലഭിക്കാതെ ലക്ഷക്കണക്കിന് യുവാക്കൾ ഓരോ വർഷവും ഗൾഫിലേക്കും മലേഷ്യയിലേക്കും കുടിയേറി. ബാക്കിയുള്ളവർ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ